നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സ്വന്തം രാജ്യത്ത് ട്രംപിന് ഒരു വിലയില്ലാതായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിപ്പോൾ പറയാനുണ്ടായ സാഹചര്യം മണിക്കൂറുകൾക്കകം യുക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ള ചർച്ച നടക്കാൻ പോകുകയാണ്, റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെ എന്ത് പറയണം, എന്ത് തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ രേഖ, ഒരു രൂപരേഖ അത് വ്ളാഡിമിർ പുടിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അമേരിക്കയിലും റഷ്യൻ പ്രസിഡന്റിന്റെ നാവാകാൻ മാത്രമാണ് ട്രംപിന് വിധി. കാരണം പീസ് മേക്കർ ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എന്തും സമ്മതിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, അലാസ്കയിൽ ചർച്ചയ്ക്ക് പുടിൻ വരുമ്പോൾ ഒരു നിർദ്ദേശങ്ങളുമോ ഒരു കടുത്ത നിലപാടുകളോ ഒന്നും തന്നെ ട്രംപ് പറഞ്ഞിരുന്നില്ല. ട്രംപ് ഒരു പൂച്ചക്കുട്ടിയായിരുന്നു അവിടെ. പക്ഷേ US-ലെത്തിയ സെലൻസ്കിക്ക് മുൻപിൽ ചർച്ച നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ക്രിമിയ അങ്ങ് മറന്നേക്കണം, ക്രിമിയ തിരികെ വേണം എന്നുള്ള ആവശ്യവുമായി ഈ ഒരു ചർച്ച മുൻപോട്ട് പോകില്ല എന്നുള്ളത്. അതായത് പുടിൻ പറഞ്ഞിട്ടുണ്ട്, ക്രിമിയ വിട്ടു നൽകില്ല, അത്തരത്തിലൊരു സമാധാന ചർച്ചയുമായി വരണ്ട എന്നുള്ളത്. ക്രിമിയ തങ്ങളുടെ തന്ത്രപ്രധാന മേഖലയാണ്, അത് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്ന് പുടിൻ വ്യക്തമാക്കുന്നു. എന്നാൽ ക്രിമിയ തങ്ങൾക്ക് വേണം എന്ന് സെലൻസ്കിയും ആവശ്യപ്പെടുന്നു. ശരിക്കും ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ടോ? ഇതിപ്പോ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുടിൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. കാരണം പിടിച്ചെടുത്ത ഒരു സ്ഥലവും ഒരു തരി മണ്ണ് പോലും പുടിൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ, ലോകത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുടിൻ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് സമ്മതിക്കില്ല. എന്ന് മാത്രമല്ല, യുക്രൈന്റെ ഏറ്റവും വലിയ ആഗ്രഹമായത് അല്ലെങ്കിൽ ആവശ്യമായിരുന്നു നാറ്റോയിൽ അംഗത്വം വേണമെന്നുള്ളത്, അതും പുടിൻ സമ്മതിക്കില്ല. അപ്പോൾ ആകെ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കാം എന്നൊരു ഒറ്റ കണ്ടീഷൻ മാത്രമേ സെലൻസ്കിയുടെ മുന്നിലുണ്ടാവുള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ക്രിമിയ വിട്ടുകൊടുക്കുകയില്ല, നാറ്റോയിൽ ചേരാനും പാടില്ല. ക്രിമിയ പുടിൻ വിട്ടുകൊടുക്കില്ല, സെലൻസ്കിയുടെ രാജ്യം ഒരിക്കലും നാറ്റോയിൽ ചേരാനും പാടില്ല. ഈ രണ്ട് ഉപാധികൾ മുന്നോട്ട് വെച്ച് അത് സെലൻസ്കിയെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിനാകെ ചെയ്യാനുള്ള ദൗത്യം. ആ ദൗത്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് പുടിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനെ, കാരണം വെറുതെ കിട്ടില്ലല്ലോ സമാധാനത്തിന്റെ പൊൻതൂവല്. അപ്പോൾ സമാധാനത്തിന്റെ വെള്ളത്തൂവല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് സെലൻസ്കിയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപ് ചെയ്യേണ്ടത്. അത് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും. വന്ന് ട്രംപിന് ഇപ്പോൾ ഒരു ബ്രോക്കറിന്റെ അവസ്ഥ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ക്രിമിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തുടങ്ങി വെക്കുന്നത് തന്നെ. 2014 യുക്രൈനിൽ നിന്ന് പുടിൻ ക്രിമിയ പിടിച്ചെടുക്കുന്നു. ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ്. അതായത് ഈ പറയുന്ന റഷ്യയെ സംബന്ധിച്ചും യുക്രൈനെ സംബന്ധിച്ചിടത്തോളവും ഇരു കൂട്ടർക്കും ഒരുപോലെ ആവശ്യമുള്ള മണ്ണാണ്. ഈ എല്ലാ ലോകരാജ്യങ്ങൾ തമ്മിൽ ശ്രദ്ധിച്ചാൽ മതി, ഈ പറയുന്ന ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതല്ലെങ്കിലും പറയോ, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ മണ്ണിന് അല്ലെങ്കിൽ പെണ്ണിന്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അത് ലോകം ആദ്യം പോലെ പറയുന്നതാണ്. ഇപ്പോൾ രാജ്യങ്ങൾ ചെയ്യുന്നതും മനുഷ്യന്മാർ ചെയ്യുന്നതും എല്ലാം ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലോക സത്യമാണത്. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിമിയയെ കുറിച്ച് ഒരു ചർച്ച വൈറ്റ് ഹൗസിൽ നടക്കാൻ പാടില്ല എന്ന് ട്രംപ് കട്ടായം പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ഓർക്കണം, അലാസ്കയിൽ നിന്ന് ഒന്നും നേടാതെ അല്ല പുടിൻ പോയിരിക്കുന്നത്. അത് ഈ ചർച്ചയോടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതായത് കൃത്യമായ എന്താണ് ഇനി സെലൻസ്കിയുമായി ഒരു ചർച്ച നടത്തേണ്ടത് എന്നുള്ളതിന്റെ എല്ലാ ബ്ലൂ പ്രിന്റും തയ്യാറാക്കി പുടിൻ അലാസ്കയിൽ വെച്ച് ട്രംപിന് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇനി മോസ്കോയിൽ വെച്ച് കാണാം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളതാണ്. ഇതെല്ലാം ശരിയാക്കിയതിനു ശേഷം ഇനി വാ, അപ്പൊ വന്നു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നല്ലോ ട്രംപിന്റെ ഏറ്റവും വലിയ ആവശ്യം. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാജ്യത്തേക്ക് വാ, അപ്പൊ അത് സമ്മതിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ള, ഇതുവരെ പുച്ഛമായിരുന്നു. എല്ലാ രാജ്യങ്ങളെയും പുച്ഛിച്ച് ഞങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ ലോകത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വലിയ ഗീർവാണം അടിച്ച കൂട്ടരാണ്. ഇപ്പോൾ അടപടലം നാറി നാണം കെട്ട് നിൽക്കുകയാണ്. ഇതിലിപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും വലിയ നാണക്കേടായി പോകും. ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിമിയ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് യുക്രൈന് നഷ്ടപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ക്രിമിയ തിരിച്ചു വേണമെന്ന് പറയുന്നതിൽ
ഒരർത്ഥവും ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അവിടെ സെലൻസ്കി പറയുന്നത് ക്രിമിയ ഞങ്ങളുടേതാണെന്നാണ്. ശരിക്കും നമുക്ക് അതിന്റെ ഒരു ചരിത്രവും കൂടി ഒന്ന് എന്താണ് ക്രിമിയയ്ക്ക് വേണ്ടി ഈ അടി നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം? അത് ചരിത്രത്തിലും ഭൂമിശാസ്ത്രപരമായിട്ടും ഇത് രണ്ടു കൂട്ടർക്കും അവകാശപ്പെട്ടതാണെന്ന് പറയാം. ആര് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇപ്പൊ കരിങ്കടൽ ഉപദ്വീപായിട്ടുള്ള ഒരു സ്ഥലമാണിത്. യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ തന്നെ വിലപ്പെട്ട ആസ്തിയാണിത്. 18ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ആദ്യമായി പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ്. അവിടെ ജനസംഖ്യാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാം ധാരാളം മാറ്റങ്ങൾ പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ട്. 1954 റഷ്യയുടെയും യുക്രൈനിന്റെയും ഏകീകരണത്തിന്റെ 300ാം വാർഷികം ആഘോഷിക്കുന്നതിനായി സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവ് ക്രിമിയയെ റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് മാറ്റുകയായിരുന്നു. അത്ര കാലം ക്രിമിയ റഷ്യയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ്, ഈ 300ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഇതിനെ യുക്രൈനിലേക്ക് മാറ്റി. പക്ഷെ അന്ന് മാറ്റാൻ കാരണം യുക്രൈൻ അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനിലെ യുക്രൈൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ആ സോവിയറ്റ് യൂണിയനോട് ചേർത്തു എന്ന് പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അലാസ്ക മുമ്പ് റഷ്യയുടെ ആയിരുന്നു, ഇപ്പൊ അമേരിക്കയുടെ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ. അത് പിന്നെ വിറ്റതാണ്. ഇത് വിറ്റതല്ല, ഇത് പക്ഷെ ഭാഗം വെച്ച് നീക്കിയതാണ്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു. ഇതോടുകൂടി സ്വാഭാവികമായി ക്രിമിയ യുക്രൈന്റെ ഭാഗമായി മാറി. ക്രിമിയ അന്ന് യുക്രൈൻ അന്നൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. അപ്പോൾ ഈ ക്രിമിയെ എന്തായാലും അങ്ങോട്ട് 1954 മാറ്റിയിട്ടുണ്ട്. അതോടുകൂടി യുക്രൈൻ മാറിക്കഴിഞ്ഞപ്പോൾ ക്രിമിയ അതിന്റെ ഭാഗമായിട്ട് മാറി. റഷ്യക്ക് ആ സ്ഥലം വിട്ടുപോയി. അപ്പൊ യുക്രൈന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ക്രിമിയയ്ക്ക് വളരെ തന്ത്രപരവും സുരക്ഷാപരവുമായ മൂല്യങ്ങളുണ്ട്. കരിങ്കടലിലെ സമുദ്ര പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം സാധ്യമാക്കുന്ന ഒരു പ്രദേശമാണിത്. 6 പതിറ്റാണ്ടുകളായിട്ട് യുക്രൈന്റെ ഭാഗമായിട്ട് ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിലനിൽക്കുന്നതാണ്. 1991 മുതൽ 2014 വരെ യുക്രൈൻ ഏകദേശം $100 ബില്യൺ ഈ ദ്വീപിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ഈ ദ്വീപിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. കാരണം അത് അത്രയും വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമായതുകൊണ്ട് ഒരിക്കലും ഇനി ഇത് റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവിടെ ധാരാളം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. $100 ബില്യൺ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യുക്രൈൻ്റെ തന്നെ മുൻ പ്രസിഡന്റ് ലിയോണിഡ് ക്രാവ്ചുക് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരിക്കലും ഇതിനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. കാരണം ഇത് കരിങ്കടലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ദ്വീപാണ്. ആ വിശ്വാസമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. 2014 അത് പിടിച്ചെടുക്കുമ്പോൾ, റഷ്യ അത് പിടിച്ചെടുക്കുമ്പോൾ യുക്രൈന് ഉള്ളിൽ തീയായിരുന്നു. കാരണം ഒരു അമൂല്യ നിധിയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ സൈനികമായിട്ട് യുക്രൈൻ ഏറ്റവും പ്രധാന മേഖലയാണ്. ഇവിടെ നിന്നും റഷ്യയിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ധാതു സമ്പത്ത് വലിയ രീതിയിൽ അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിമിയ വേണമെന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. റഷ്യക്കാണെങ്കിൽ സൈനികപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ തന്നെ അവർ സൈന്യത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ക്രിമിയ നമ്മുടേത് എന്നാണ് റഷ്യയിലെ ദേശസ്നേഹികൾ വിളിച്ചു പറയുന്നത് തന്നെ. ക്രിമിയ എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ് എന്നാണ്. അത് മാത്രമല്ല, ഈ ക്രിമിയ പിടിച്ചെടുക്കുന്ന സമയത്ത് 2014 ക്രിമിയ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ ക്രിമിയ നമ്മുടേത് മാത്രമാണ്, അത് വിട്ടുകൊടുക്കാൻ ഇനി റഷ്യ തയ്യാറാകില്ല എന്നുള്ള ഒരു വ്യക്തമായ സൂചന കൊടുക്കുന്നത്. ഇനി ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറാകില്ല എന്ന് പറയുന്നത് പുടിനായിരുന്നു. അതിനുശേഷം പുടിന്റെ ഗ്രാഫ് വലിയ രീതിയിൽ അങ്ങ് ഉയർന്നു. പുടിൻ അതിനെ പുണ്യസ്ഥലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത്രയധികം പ്രാധാന്യമുള്ള യുക്രൈനിയക്കാർ എന്നതിനേക്കാൾ റഷ്യക്കാരാണ് അവിടെയുള്ള ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത്. അവരാരും യുക്രൈനിയക്കാരാണെന്ന് പറയുന്നില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾ റഷ്യക്കാരാണെന്നാണ്. കാരണം അവരെ സംബന്ധിച്ച് അപ്പൂപ്പന്റെ ആൾക്കാർ റഷ്യക്കാരായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് സോവിയറ്റ് യൂണിയൻ മാറ്റിയപ്പോഴല്ലേ മാറിപ്പോയത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതും അവരിപ്പോൾ യുക്രൈനിയൻകാരാണെന്ന് പറയാനല്ല, അവർ ആഗ്രഹിക്കുന്നത് റഷ്യക്കാരാണെന്ന് പറയാൻ തന്നെയാണ്. അത് 2014 വ്ളാഡിമിർ പുടിൻ ക്രിമിയയെ പിടിച്ചടക്കിയതിനെ ന്യായീകരിച്ചതും ഇത് പറഞ്ഞിട്ട് തന്നെയാണ്. അവിടെയുള്ള ജനങ്ങൾ റഷ്യയോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പുടിൻ അതിനെ ന്യായീകരിച്ചതും. വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ കശ്മീരിന് വേണ്ടി നടത്തുന്ന അടി പോലെയാണ് അവിടെ യുക്രൈനും ഈ പറയുന്ന റഷ്യയും ക്രിമിയയ്ക്ക് വേണ്ടി നടത്തുന്നത്. കാരണം അവിടെയുള്ള ചില ജനങ്ങൾ ഇപ്പൊ പറയാറുണ്ട്, ജമ്മു കാശ്മീരെ ചിലവര് അവര് പാകിസ്ഥാനികളാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് മറ്റൊരു വിഭാഗം പറയുന്നത് ഞങ്ങൾ ഇന്ത്യയോട് ചേരാനാണ്. അപ്പൊ ഈ രണ്ടു കൂട്ടരും അവിടെ ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്രിമിയ. നമുക്ക് ജമ്മു കാശ്മീർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്രിമിയ ഇവർക്ക് രണ്ടുപേർക്കും നിൽക്കുന്നത്. അതിൽ യുക്രൈൻകാർ പറയുന്നത് ഞങ്ങളുടെ സ്ഥലമാണ്, പക്ഷെ വളരെ ആദ്യകാലത്തിൽ ഇത് റഷ്യയുടേതായിരുന്നു എന്ന് റഷ്യ പറയുന്നു.
രണ്ടു കൂട്ടർക്കും സൈനികപരമായിട്ടും ധാതുപരമായിട്ടും സമ്പദ്പരമായിട്ടും എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലാണല്ലോ ആഗ്രഹമുള്ളൂ. അപ്പൊ ആ പ്രദേശത്ത് വളരെയധികം തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ വേണം. അപ്പൊ ഒരു കാരണവശാലും ഇപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രംപിന് മുന്നോട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യം, ഒരു കാരണവശാലും ക്രിമിയ തിരിച്ചു കൊടുക്കാൻ പറയരുത്, അത് ഞങ്ങൾ കൊടുക്കില്ല. അങ്ങനെ ഒരു ചർച്ച പോലും അവിടെ ഉണ്ടാകരുതെന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ ക്രിമിയയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും ഉണ്ടാകാൻ അനുവദിക്കരുത്. പക്ഷെ എന്ന് മാത്രമല്ല, ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, സപ്പറേഷ്യ, ഖേഴ്സൺ മേഖലകളിലെല്ലാം തന്നെ ഒരു കര ഇടനാഴി ഉണ്ടാക്കാൻ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നത് ഈ ക്രിമിയയാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും തന്ത്രപരമായ സ്ഥാനം അതുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കപ്പൽപ്പട, വെടിമരുന്ന് ഡിപ്പോകൾ, പിന്നെ റഷ്യയുടെ നിയന്ത്രണത്തിൽ പ്രതീകമായ കെർച്ച് പാലം, ഇതൊക്കെ തന്നെ ക്രിമിയയിലെ പ്രധാന റഷ്യൻ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ലക്ഷ്യമിട്ടിട്ടാണ് യുക്രൈൻ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം വേണം, ഈ ഡൊണറ്റ്സ്ക് പ്രദേശങ്ങൾ വേണം, അതുപോലെ കെർച്ച് പാലം പിടിച്ചെടുക്കണം. ഇതൊക്കെയാണ് യുക്രൈൻ്റെ ആവശ്യം. ഇതെന്തായാലും ഇതൊന്നും തന്നെ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഡൊണറ്റ്സ്ക് പ്രദേശങ്ങൾ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ, പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സമ്മതിക്കുക എന്നുള്ള ഒരു പോംവഴി മാത്രമേ ഇപ്പോൾ സെലൻസ്കിയുടെ മുന്നിലുള്ളൂ. ഇത് ശരിക്കും ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം രാത്രി തിങ്കളാഴ്ച, അതായത് ഇന്ന് രാത്രി 10:45 അതിനു മുൻപ് തന്നെ, അതായത് സെലൻസ്കി US എത്തിയിട്ടുണ്ട്. US വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ കേൾക്കുന്നത് ക്രിമിയയെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഔദ്യോഗിക പേജിൽ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുണ്ട്, ക്രിമിയയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നുമുണ്ട്. അപ്പോൾ അത് ഉറപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്ന് അലാസ്കയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായി പുടിൻ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എന്താണ് കരുതിയത്, ഒരു കരാറും ഉണ്ടാക്കാതെ പുടിൻ മടങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു. കാരണം ആർക്കും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതെ പക്ഷെ ഒരു ചർച്ച നടന്നു എന്നുള്ളത് മാത്രമായിരുന്നു പുറമേ ഇതുവരെ വന്നൊരു ചർച്ച. പക്ഷെ അതല്ല, അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുടിൻ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടാണ് പോയത്. ഇനി സെലൻസ്കിയെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞത്, അതായത് ട്രംപിന്റെ തീരുമാനമല്ല, സെലൻസ്കിയെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ളത് പുടിന്റെ ആവശ്യമാണ്. പുടിൻ അത് ഈ പറയുന്ന ട്രംപിനെ വെച്ച് നടപ്പാക്കി, അതിവിദഗ്ധമായി നടപ്പാക്കി എന്നുള്ളതാണ്. അത് ഒന്ന് ഓർത്തു നോക്കണം. നമ്മള് അമേരിക്കൻ പ്രസിഡന്റ്, വേറൊരാള് പറഞ്ഞാൽ ഒന്നും കേൾക്കാത്ത ഒരാള്, അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസ്, വല്യേട്ടൻ, ആ ഒരു മനോഭാവം എന്നൊക്കെ നമ്മൾ കരുതിയെടുത്താണ് ട്രംപ് ഇങ്ങ് താഴെ വന്നിരിക്കുകയാണ് എന്തിനും തയ്യാറായിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ഒരു പാവയായിട്ട് ഇപ്പോൾ ട്രംപ് മാറിയിരിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇതിലൊരു ചെറിയ പ്രശ്നം വരാവുന്നത്, സെലൻസ്കി പക്ഷേ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗം വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾ തയ്യാറേ അല്ല, അങ്ങനെ ഒരു വിട്ടുകൊടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് സെലൻസ്കി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലൻസ്കിയുടെ രാഷ്ട്രീയ ഭാവിയുടെ പ്രശ്നം. ഇപ്പോൾ തന്നെ യുക്രൈനിൽ വലിയ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ല, കാരണം യുക്രൈനിൽ സെലൻസ്കിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 3 വർഷം കൊണ്ട് യുദ്ധം നടക്കുകയാണ്, ഇതുവരെ ഒന്നും ഒരു വെടിനിർത്തലോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ചർച്ചയോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഇനിയിപ്പോൾ ക്രിമിയ വിട്ടുകൊടുത്തുകൊണ്ടാണെങ്കിൽ എന്തിനാണ് ഈ 3 വർഷത്തെ യുദ്ധം എന്നുള്ള ചോദ്യം വരും. വേറൊരു പ്രശ്നം വരുന്നത്, നാറ്റോയിൽ അംഗമാകാനും കഴിയുന്നില്ല. വിദഗ്ധമായിട്ട് അവിടെയാണ് പുടിന്റെ ഒരു കൃത്യമായ ബുദ്ധി ഒന്ന് ഓർത്ത് നോക്കണം. കാരണം നാറ്റോയിൽ യുക്രൈൻ അംഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന യുക്രൈനെ തൊടാൻ റഷ്യക്ക് കഴിയില്ല. കാരണം നാറ്റോ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം, അവരെ സഹായിക്കാൻ അമേരിക്ക ഉൾപ്പെടെ വരണം. അപ്പോൾ നാറ്റോയിൽ അംഗത്വം യുക്രൈന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധി രൂക്ഷമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നാറ്റോയിൽ യുക്രൈൻ കടന്നുകൂടാതിരിക്കാൻ അലാസ്കയിൽ വെച്ച് ചർച്ച നടന്നപ്പോൾ ഇതെല്ലാം പുടിനെടുത്ത് പുറത്തിട്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വെറും ഒരു പാവ മാത്രമായിട്ട് ട്രംപിന് നിന്നു കൊടുക്കേണ്ടി വരികയാണ്. ആകെ ഈ ഡൊണറ്റ്സ്കും ലുഹാൻസ്കും വിട്ടുകൊടുക്കാം, അത് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ് പുടിന്റെ നിർദ്ദേശം. ഈ 2 കാര്യങ്ങളും പറയുക എന്നുള്ളൊരു ജോലി മാത്രമാണ് ട്രംപിനുള്ളത്. അത് രണ്ടും സെലൻസ്കി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് യുദ്ധം അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പ് പറയാം. ഇത് രണ്ടും സമ്മതിക്കാത്ത പക്ഷം
ഇങ്ങനൊരു ഇത് നടക്കില്ല. പക്ഷെ സെലൻസ്കി അത് സമ്മതിക്കാനാണ് സാധ്യത. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി യുദ്ധത്തിന് സഹായിക്കാൻ ആളില്ല. അമേരിക്ക സഹായിക്കില്ല. ഇസ്രയേലിൽ നിന്ന് സഹായം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ യുക്രൈൻ ഒരേ ഒരു കാര്യമുള്ളത് മുട്ടുമടക്കുക, യുദ്ധം അവസാനിപ്പിക്കണം. രാജ്യത്ത് എല്ലാവരും പറയുന്നതും അത് തന്നെയാണ്, അവസാനിപ്പിക്കണം, യുദ്ധം അവസാനിപ്പിക്കണം. കാരണം വലിയ സാമ്പത്തിക നഷ്ടം, സൈനിക നഷ്ടം, സൈനികരൊക്കെ ഒരുപാട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷെ അവിടെയും സെലൻസ്കിയെ ഒന്ന് താങ്ങിയിട്ടുണ്ട് പറയുന്ന പുടിൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2022 യുദ്ധം നടക്കുന്ന സമയത്ത്, 2022 23 യുദ്ധം ആരംഭിച്ച് വെച്ചതിന് ശേഷം റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം, അതായത് ഡോണസ്ക്, ലുഹാൻസ് എല്ലാം വിട്ടുകൊടുക്കാം. അപ്പൊ രാജ്യത്തിന് മുന്നിൽ ഒന്ന് തല ഉയർത്തി നിന്നോളൂ, ഈ സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന് കാണിക്കുകയും ചെയ്യാം. തുടങ്ങിയത് എന്തിനു വേണ്ടിയാണോ, അല്ല യുദ്ധം തുടങ്ങിയത് ക്രിമിയയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതല്ലെങ്കിലും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാം. കാരണം ക്രിമിയ പിടിച്ചെടുക്കുന്നത് 2014 അപ്പൊ 2023 പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ അങ്ങ് തിരിച്ചു തന്നേക്കാം എന്നുള്ള ഒരു ഉപാധി വയ്ക്കുന്നു. അപ്പോൾ സ്വന്തം രാജ്യത്ത് കുറച്ച് സ്ഥലമെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് സെലൻസ്കിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു വഴി കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ ഒരു സമ്മർദ്ദത്തിൽ സെലൻസ്കി വീഴണം. അത് അവിടെയാണ് നമ്മൾ പുടിന്റെ ഇതിനുശേഷം ഈ ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ നേതാക്കളുമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ട്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ തുടങ്ങിയവരൊക്കെ ആയിട്ട് സെലൻസ്കി സംസാരിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ചർച്ച കൊണ്ട് വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേറ്റോ സെക്രട്ടറി കൂടി ഉള്ളതാണ് അവിടെ ചെറിയൊരു പ്രതീക്ഷയുള്ളത്. നേറ്റോ സെക്രട്ടറി ഒരു പക്ഷേ ഇനി സംസാരിച്ച് നേറ്റോയിൽ അംഗത്വം കൊടുക്കാൻ ഇല്ല, തൊട്ടിപ്പുറത്ത് അമേരിക്ക അതിന് അനുവാദം കൊടുക്കില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയും യുദ്ധവുമായിട്ട് മുൻപോട്ട് പോകാനാണെങ്കിൽ യുക്രൈന് തനിയെ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം അമേരിക്കയുടെ സഹായം ഇല്ലാത്ത പക്ഷം നാറ്റോ പിൻവലിയും. കാരണം അവർ പിന്നീട് അവരുടെ നിലനിൽപ്പ് നോക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ അവസാന നിമിഷം കാലുവാരുന്ന സ്വഭാവമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഒന്നിച്ചു നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുത്ത ചരിത്രം യൂറോപ്യൻ രാജ്യങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി യുദ്ധം തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ യുക്രൈൻ ഒറ്റപ്പെടും. പക്ഷേ യുക്രൈൻ സൈനികർ ഇപ്പോഴും രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്നുണ്ട്. അപ്പോൾ സൈനികരെ ഒരു ചതിച്ചതിന് തുല്യമായി പോവില്ലേ എന്നുള്ളൊരു പേടി സെലൻസ്കി പിൻവലിഞ്ഞാലുള്ള ഒരു പ്രതിസന്ധി അതാണ്, രാജ്യത്തെ ചതിച്ചു എന്നാകും. അതെ, പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇപ്പോൾ പെട്ടുകിടക്കുന്നത് സെലൻസ്കി പറയുന്ന ട്രംപുമാണ്. ട്രംപിന് പക്ഷേ എന്തായാലും ഇത് സമ്മതിപ്പിച്ചേ പറ്റുള്ളൂ. സമ്മതിപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ആ പീസ് മേക്കർ എന്നുള്ള സ്ഥാനം നേടിയെടുക്കുന്ന ഒരൊറ്റ കാര്യം, നൊബേൽ സമ്മാനം ഉറപ്പാക്കുക മാത്രമേ ട്രംപിന് ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ട്രംപ് എന്തായാലും സെലൻസ്കി അടിച്ചമർത്തി പറയും. എന്ന് മാത്രമല്ല, പുടിനുമായിട്ടുള്ള സംസാരിക്കുമ്പോൾ കണ്ടിട്ടുള്ള ശരീരഭാഷയോ അല്ലെങ്കിൽ ഒരു താണു നിൽക്കലൊന്നും സെലൻസ്കിയുടെ മുമ്പിൽ ഉണ്ടാവില്ല. സെലൻസ്കിയെ അടിച്ചമർത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും ട്രംപിന്റെ സംസാരം ഉണ്ടാകാൻ ചാൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സെലൻസ്കിക്ക് അത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ യുദ്ധം അവസാനിക്കുമെന്ന് പറയാം. ഇനിയുള്ള 3ാം ഘട്ട ചർച്ചയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവസരം ഒരുങ്ങുമെന്ന് നമുക്ക് അപ്പോഴാണ് എന്ത് നേടി, ഈ യുദ്ധം കൊണ്ട് എന്ത് നേടി എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ പറയുന്ന അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വലിയ നഷ്ടങ്ങളില്ല, എന്നാൽ അവർക്ക് നേടുകയും ചെയ്തു. പക്ഷെ പൂർണ്ണമായും തകർന്നടിഞ്ഞത് യുക്രൈനും സെലൻസ്കിയുമാണ്. പിന്നെ ഇതില് ചില തമാശകളും വരുന്നുണ്ട് ഈ ചർച്ചയില്. അപരനാണ് വന്നത്, പുടിൻ അല്ല എന്നുള്ള സംസാരങ്ങൾ ലോകമൊട്ടാകെ ചർച്ച ചെയ്യുന്നത്. കാരണം മുഖച്ഛായയിലൊക്കെ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പൊ വന്നിട്ടുള്ള ട്രംപുമായി സംസാരിച്ച പുടിന്റെ കവിളൊക്കെ കുറച്ചുകൂടി വീർത്തിരിക്കുകയാണ്. അത്ര വലിപ്പമില്ല യഥാർത്ഥ പുടിന്റെ കവിളിന് എന്നൊക്കെ തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ അത് ഏറെ പ്രസക്തമാണ്. കാരണം ഇതിന് മുൻപ് പല വേദികളിലും പുടിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല. അപ്പോ ഈ പറയുന്ന പല വേദികളിലും പുടിന് വയ്യാതാകുന്ന ഘട്ടങ്ങളിൽ പല വേദികളിലും പുടിന്റെ അപരനാണ് എത്താറുള്ളത് എന്നുള്ളൊരു വിവരമുണ്ട്. ഇപ്പൊ ട്രംപിനെ കണ്ടിട്ടുള്ള പുടിൻ ഭയങ്കര ഉന്മേഷവാനാണ്. ഒരു അസുഖം എന്നുള്ളതിന്റെ ലക്ഷണമൊന്നുമില്ല. ചിരിക്കുകയും ഭയങ്കര നല്ല ശരീരഭാഷ, നല്ല ഉറച്ച ശരീരം, നല്ല ആരോഗ്യം. ആ നടത്തത്തിലൊക്കെ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾ നടക്കുന്ന ഒരു പോലെയല്ല, അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു സംശയത്തിന് വഴി വെച്ചിട്ടുണ്ട്. ഈ വന്ന ആള് യഥാർത്ഥ പുടിൻ തന്നെയാണോ അതോ അപരനാണോ എന്നുള്ളത് പറയുന്നു. അതിനൊപ്പം തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കാരണം
അതിനും കമന്റുകൾ വരുന്നുണ്ട്. കമന്റുകളല്ല, അത് മറ്റേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. അതായത് കാരണം അങ്ങനെ പുടിന് ഒരുപാട് അസുഖബാധിതകളുണ്ട്, ആരോഗ്യ രഹസ്യങ്ങളെല്ലാം മറച്ചു വെക്കേണ്ട ആവശ്യമുള്ളത് കാരണം ഒരു പൂപ്പ് സൂട്ട് കേസ് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. പൂപ്പ് സൂട്ട് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമൂത്ര വിസർജ്യങ്ങളെല്ലാം തന്നെ സൂട്ട് കേസിലാക്കി തിരിച്ചു കൊണ്ടുപോകുന്നു. അലാസ്കയില് അവിടുത്തെ ടോയ്ലറ്റ് എല്ലാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് പുടിന്റെ അസുഖങ്ങൾ എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് അവരുടെ മലവും മൂത്രമെല്ലാം പരിശോധിച്ച് എന്തെല്ലാം അസുഖങ്ങൾ പുടിനുണ്ട് എന്നുള്ളത് ലോകത്തിനോട് വെളിപ്പെടുത്തും, ആരോഗ്യസ്ഥിതി മറ്റുള്ളവരെ അറിയിക്കും എന്നുള്ളൊരു പേടി കാരണം പൂപ്പ് സൂട്ട് കേസും കൊണ്ടാണ് ട്രംപ് വന്നത് എന്നുള്ള പുടിൻ വന്നത് എന്നുള്ള ചർച്ചകളും ഇതിന്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ വന്നത് പുടിനാണോ, പുടിന്റെ അപരനാണോ, ഈ മാതിരി സംഭവങ്ങൾ ഉണ്ടായോ, ഇതൊക്കെ തന്നെ എന്തൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാലും ചർച്ചയിൽ വന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നത് പെട്ടിരിക്കുന്നത് ട്രംപാണ്. ട്രംപിനെ ഒരു ഇടനിലക്കാരൻ മാത്രമാക്കി മാറ്റി സെലൻസ്കിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഇന്ന് വൈകിട്ട് 10:45 രാത്രി നമുക്കറിയാൻ സാധിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.